ഹായ് എവരിവൺ, വെൽക്കം ടു ചാനൽ സ്വസ്ഥ ഫുഡ്സ്. നമ്മൾ ഉണ്ടാക്കുന്ന ചട്നിപ്പൊടിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചട്നി പൗഡർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 1.5 കപ്പ് ചട്നി ദാലില്ലേ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എടുത്തേക്കുന്നത് ഒരു 6 വെളുത്തുള്ളിയും പിന്നെ 2 ചുവന്ന മുളകുമാണ്. പാൻ വെക്കുക. പാൻ ചൂടാക്കി കഴിയുമ്പോൾ അതിൻ്റെ ഇതിലോട്ട് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. ഇതിനകത്തിലോട്ട് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ഒന്ന് ചൂടാക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കുക. ഇതിനകത്തിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇത് ചൂടാക്കി കഴിയുമ്പോൾ ഇതിനകത്തിലോട്ട് മുളക് ഇട്ട് കൊടുക്കുക. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പൊട്ടുകടല ഇട്ട് കൊടുക്കുക. 4-5 മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതിലോട്ട് ഇച്ചിരി കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ചൂടുണ്ട്. ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1.25 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ചട്നിപ്പൊടിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കേരള ചട്നിപ്പൊടി ഇങ്ങനെ ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരു ദോശ ഇഡ്ഡലിക്ക് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വേറെ ചട്നിപ്പൊടി റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ കണ്ടു നോക്കണേ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതൊരു ബോട്ടിലോട്ട് ഇട്ടിട്ട് തണുത്ത് കഴിയുമ്പോൾ ബോട്ടിലിട്ടിട്ട് അടച്ചു വെക്കാം. താങ്ക് യു.